നമസ്കാരം. നമ്മൾ ഇന്ന് പറയുന്നത് ക്ഷേത്ര ദർശനം നടത്തുമ്പോഴായാലും അല്ലാതെ കളം വരച്ച് ഒരു പൂജ നടത്തുമ്പോഴായാലും എങ്ങനെയാണ് ദേവതാഭാവത്തിൽ നിന്നുള്ള അനുഗ്രഹം നമ്മിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ദേവത എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിൽ നിന്നും അത് തുടങ്ങാം. ദേവത ദിവ്യത്വേന തന്മയീഭാവോ ഇതി ദേവതാഭാവ സൂചിതഃ എന്നാണ്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന ചെയ്യുമ്പോൾ അനുഗ്രഹിക്കുന്നത് ദേവതയാണ്, അല്ലാതെ ഒരു മനുഷ്യനല്ല, ഒരു കൽപ്രതിമയുമല്ല നമ്മളെ അനുഗ്രഹിക്കുന്നത്. ദേവതയാണ്. എന്താണ് ദേവത? ദിവ്യത്വേന തന്മയീഭാവോ, ദിവ്യമായ ചൈതന്യവുമായി തന്മയീഭാവം പ്രാപിച്ചിരിക്കുന്നത് എന്താണോ അതാണ് ദേവത. അപ്പോൾ സാധാരണ മാനുഷികമായ പരിമിതികൾക്കെല്ലാം അപ്പുറത്ത് നമ്മൾ ത്രിമാന തലത്തിൽ ജീവിക്കുന്ന ജീവികളാണ്, ത്രിമാന ജീവികളാണ്. എന്താണ് ഈ ത്രിമാനം? 3 തലത്തിലുള്ള ചലനങ്ങളെ നമുക്കുള്ളൂ. ഒന്ന് മുമ്പോട്ട് അല്ലെങ്കിൽ പുറകോട്ട്, അടുത്തത് ഇടത്തല്ലെങ്കിൽ വലത്ത്, അടുത്തത് മുകളിലോട്ടല്ലെങ്കിൽ താഴോട്ട്. ഈ 3 ചലനങ്ങൾക്ക് അപ്പുറത്തൊരു ചലനം നമുക്കില്ല. അത് 4ാം മാനമാണ്, 4th ഡയമെൻഷൻ. അത് മനുഷ്യനില്ല ഇതുവരെ. ഇപ്പം നമ്മൾ എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഒന്നുകിൽ നമ്മളിപ്പം ബസ്സിന് ചങ്ങനാശ്ശേരി പെരുന്നയിൽ ഇരിക്കുന്ന എനിക്ക് തിരുവനന്തപുരത്ത് പോകണം. ഞാനിവിടുന്ന് ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് നടന്ന് റോഡിൽ ചെന്ന് അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ബസ് സ്റ്റാൻഡിൽ ചെല്ലുന്നു. ആ ഓട്ടോ പോകുന്നത് മുമ്പോട്ടാണ്. ബസ്സിൽ കയറുന്നു, ബസ് സഞ്ചരിക്കുന്നത് മുമ്പോട്ടാണ്. അല്ലെങ്കിൽ ട്രെയിനിൽ കയറിയാൽ ആ ട്രെയിൻ മുമ്പോട്ടല്ലെങ്കിൽ പുറകോട്ടാണ്. ഒരു വളവ് തിരിയുക, ഒരു ടേണിംഗ് എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റ് ഓർ റൈറ്റ് ആണ്, ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ ആണ്. ഇനി ഫ്ലൈറ്റിനാണ് പോകുന്നതെങ്കിൽ മുകളിലോട്ട് പൊങ്ങിയാണ് പോകുന്നത്. മുൻപ് പിൻപ്, ഇടത്ത് വലത്ത്, മുകൾ താഴെ, ഈ 3 ചലനങ്ങൾക്ക് അപ്പുറത്ത്. ഇപ്പം തിരുവനന്തപുരത്ത് പോകണമെന്നുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി പെരുന്നയിൽ കസേരയിൽ ഇരുന്ന ഇരിപ്പിൽ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ട് തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെടാൻ ഒരാളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ആർക്കും സാധിക്കില്ല. അത് ചതുർത്ഥ മാനത്തിലേക്ക് പോകണം, 4th ഡയമെൻഷനിലേ അത് നടക്കും. അപ്പം ആ നിലയിൽ എത്തുന്ന ചൈതന്യം എന്തോ അതാണ് ദിവ്യം. മനുഷ്യനെ ബാധിക്കുന്ന, മനുഷ്യൻ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ നിയമങ്ങൾക്കതീതമായ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്തോ അതാണ് ദിവ്യം. അങ്ങനെയുള്ള ദിവ്യ ചൈതന്യം ഏതൊന്നുമായിട്ട് തന്മയീഭാവം പ്രാപിക്കുന്നുവോ അതാണ് ദേവത. അപ്പോൾ ക്ഷേത്രങ്ങളിൽ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ് ദേവത. നമ്മൾ ആ ദേവതാഭാവത്തിൻ്റെ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി പ്രാർത്ഥന ചെയ്യണമെന്നാണ്. എത്ര പേര് ഇതൊക്കെ പാലിക്കുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ നാക്ക്, ത്വക്ക്, കണ്ണ്, മൂക്ക്, ചെവി ഇവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് വേണം ജപം പ്രാർത്ഥന ചെയ്യാൻ. ജപിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മുമ്പിൽ അപൂർവമായൊരു ദൃശ്യം കണ്ടാൽ അത് ആസ്വദിക്കാൻ അങ്ങോട്ട് നോക്കരുത്. നമ്മൾ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുമ്പോൾ വളരെ മനോഹരമായൊരു ഗാനം തൊട്ടപ്പുറേ ആരോ പാടുന്നത് കേട്ടാൽ മുഖം തിരിച്ച് അങ്ങോട്ട് നോക്കരുത്. നമ്മുടെ ജപവും പ്രാർത്ഥനയും തീർന്നിട്ടേ അങ്ങോട്ട് ശ്രദ്ധിക്കാവുള്ളൂ. നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ രുചികരമായൊരു ഭക്ഷണം ആരെങ്കിലും വെച്ച് നീട്ടിയാലും നമ്മുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ടേ അത് വാങ്ങാവൂ, അത് രുചിക്കാവൂ. സ്പർശനവും എല്ലാം അങ്ങനെയാണ്. ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്തുകൊണ്ട്, അടക്കിക്കൊണ്ട്
നമ്മൾ ഏകാഗ്രമായ പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മുടെ ആ പ്രാർത്ഥനകൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ലയിക്കും. ഉപബോധ മനസ്സിലേക്കാണ് പ്രാർത്ഥന ചെല്ലുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് അങ്ങ് പോവുക. അങ്ങനെ പോകുന്ന പ്രാർത്ഥന പ്രപഞ്ച മനസ്സിലേക്ക് പരിണമിക്കുകയാണ്. അവിടുന്ന് ദേവത എന്ന് പറയുന്നത് ആ പ്രപഞ്ച മനസ്സാണ്. അല്ലാതെ നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ഉറക്കെ എൻ്റെ ഭഗവാനെ എന്നെ രക്ഷിക്കണോ, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ എന്ന് ഉറക്കെ പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആ ശബ്ദം കേട്ടുകൊണ്ട് ശ്രീകോവിലിരിക്കുന്ന ദേവത അത് നടത്തിത്തരികയൊന്നുമല്ല. അതിൻ്റെ വർക്ക് നടക്കുന്നത് അങ്ങ് ഉള്ളിൻ്റെ ഉള്ളിലാണ്. അങ്ങുള്ളിലാണ്. എന്തിൻ്റെ ഉള്ളിൽ? നമ്മുടെ മനോമണ്ഡലത്തിൻ്റെ അങ്ങുള്ളിൽ, മനസ്സിൻ്റെ വളരെ ഉള്ളിലാണ് ഇത് നടക്കുന്നത്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് അടക്കിക്കൊണ്ട് ഗംഭീരമായൊരു പ്രാർത്ഥന നടത്തുമ്പോൾ ആ പ്രാർത്ഥനയുടെ ചൈതന്യം, അതിൻ്റെ ആശയം നമ്മളുടെ ഉപബോധ മനസ്സിലെത്തുകയും അവിടെ നിന്ന് പ്രപഞ്ച മനസ്സിലേക്ക്, ദേവതാ ചൈതന്യമാകുന്ന പ്രപഞ്ച മനസ്സിലേക്ക് പ്രസരണം ചെയ്യപ്പെടുകയും അങ്ങനെ പ്രപഞ്ച മനസ്സിൽ എത്തിച്ചേരുന്ന പ്രാർത്ഥനകൾക്ക് അവിടെ നിന്ന് ഉടനെ ഒരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളുടെ ദേവതയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? പ്രാർത്ഥനകളുടെ ഫലമുണ്ടാകുന്നത് ആഴമേറിയ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് പുറമേയുള്ള ചിന്തകളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം പ്രാർത്ഥനകൾ ചെയ്യേണ്ടത്. കഴിയുന്നത്ര ഏകാന്തതയിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥന ചെയ്യുക. അങ്ങനെയാണെങ്കിലേ ഫലമുണ്ടാകൂ. നന്ദി, നമസ്കാരം.